ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യൂസർ രജിസ്ട്രേഷന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾ വെരിഫൈ ചെയ്യണം എന്ന് വെച്ചാൽ ഓൾറെഡി അയാളുടെ എന്തെന്നാ ഇമെയിൽ നമ്മുടെ ഡാറ്റാബേസിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ യൂസർ നെയിം ഓൾറെഡി വേറൊരാൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത യൂസർ നെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൊടുക്കുന്ന 2 പാസ്വേഡ്, അതായത് നമ്മൾ 2 പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ആദ്യം പാസ്വേഡ് അടിക്കുന്നുണ്ട്, ദെൻ കൺഫേം പാസ്വേഡും അടിക്കുന്നുണ്ട്. ഈ 2 പാസ്വേഡും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വ്യൂസ് ഡോട്ട് വി വൈയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അത് ചെറിയൊരു ഓൾട്ടറേഷൻ വരുത്തേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ യൂസർ നെയിം ഓൾറെഡി ഉള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്താ 2 പാസ്വേഡ് സെയിം അല്ലെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. പക്ഷെ നമുക്ക് ഇനി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ഒരു ചെക്കിങ് നടത്തിയിട്ട്, അതായത് ഈ ഒരു 3 കണ്ടീഷനും ഫെയിൽ ആവുന്ന കണ്ടീഷൻ ഇതിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, യൂസറിനെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളിപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം വേരിയബിളിന്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെക്കിംഗ് ആണ്. പാസ്വേഡ് സെയിം ആണോ, അല്ലെങ്കിൽ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണോ, ഈ 3 കണ്ടീഷനും ഫോഴ്സ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, യൂസറിനെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യം പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. പാസ്വേഡ് രണ്ടും സെയിം ആണോ, സോറി ആ ഒരു സെയിം വേരിയബിളിൽ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് യൂസർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഐ മീൻ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിൽറ്റർ. ഒബ്ജക്ട്സ് ഡോട്ട് യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. അതിൻ്റെ അകത്ത് യൂസർ നെയിം, നമ്മുടെ കിട്ടിയ യൂസർ നെയിം ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഡാറ്റാബേസിൽ യൂസർ നെയിം സേവ് ചെയ്യുന്ന ഫീൽഡിന്റെ നെയിം, പിന്നെ നമ്മൾ യൂസർ നെയിം സേവ് ചെയ്തേക്കുന്ന ആ ഒരു വേരിയബിളിന് യു നെയിം കൊടുത്തു. എന്നിട്ട് ഡോട്ട് എക്സിസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യണം. അതായത് നമ്മുടെ രജിസ്റ്റർ ഡോട്ട് എച്ച് ടി എം എൽ അവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് വരണം. അതായത് മെസ്സേജ് ഓൾറെഡി ആ ഒരു യൂസർ നെയിം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജ് ആണ് മെസ്സേജസ് എന്ന് പറയുന്ന പാക്കേജ്. ഡോട്ട് ഇൻഫോ റിക്വസ്റ്റ് കോമ യൂസർ നെയിം. എനിക്ക് അവിടെ കാണേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് യൂസർ നെയിം ഓൾറെഡി ടേക്കൺ ആയി എന്നുള്ള കാര്യം. യൂസർ നെയിം ടേക്കൺ എന്നുള്ളൊരു മെസ്സേജ് ആണ് കാണിച്ചത്. സിമിലർലി തന്നെ നമുക്ക് ഈ ഇമെയിൽ ഐ ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സിമിലർലി തന്നെ ഇമെയിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി നമ്മൾ യൂസർ നെയിം ചെക്ക് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് എലിഫ് കണ്ടീഷന്റെ അകത്താണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസിന്റെ അകത്ത് എന്താ നമുക്ക് ചെയ്യേണ്ടത്, യൂസറിനെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ആ ഒരു കോഡ് നമുക്ക് എൽസിന്റെ അകത്ത് കൊടുക്കണം. ഇത്ര ഒരു കോഡ് നമുക്ക് റിട്ടേൺ റീഡയറക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യം നമുക്ക് എൽസിന്റെ ഉള്ളിലായിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഇഫിനൊരു എൽസ് വേണ്ടേ, അതായത് പാസ്വേഡ് രണ്ടും സെയിം അല്ല എന്നുള്ളൊരു കണ്ടീഷൻ. ഇതിന്റെ എൽസ് എന്ന് പറയുന്നത് എന്താ, പാസ്വേഡ് രണ്ടും സെയിം അല്ലെങ്കിൽ അവിടെ അഗൈൻ നമുക്കൊരു മെസ്സേജ് ആണ് വേണ്ടത്. ഇത് നമുക്ക് മെസ്സേജ് കാണിച്ചാൽ മാത്രം പോരാ, ഇവിടെ ഒന്ന് റിട്ടേണും കൂടി ചെയ്ത് കൊടുക്കണം. റിട്ടേൺ റീഡയറക്റ്റ് ആ രജിസ്റ്ററിൽ തന്നെ റീഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ റീഡയറക്റ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് എൽസിന്റെ അകത്ത് ഒരു മെസ്സേജ് ആണ് കാണിക്കുന്നത്, പാസ്വേഡ് സെയിം അല്ല എന്നുള്ള മെസ്സേജ്. ഏകദേശം ഇതുപോലെ തന്നെ ആ ഒരു മെത്തേഡ്, രജിസ്റ്റർ എന്ന് പറയുന്ന മെത്തേഡിലേക്ക് തന്നെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. മെസ്സേജ് മാത്രമേ ചേഞ്ച് ഉള്ളൂ.
ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. വ്യൂവിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വ്യൂവിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് മെസ്സേജസ് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ യൂസർ നെയിം ഓൾറെഡി ഉള്ള യൂസർ നെയിം ആണെങ്കിൽ യൂസർ നെയിം ടേക്കൺ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണിക്കണമെന്നുണ്ട്. അത് എവിടെയാണ് കാണിക്കേണ്ടത്? register.html അകത്താണ് കാണിക്കേണ്ടത്. സോ അവിടെ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് കൂടി കൊടുക്കണം. ഫോം കഴിയുമ്പോഴത്തേനും ഒരു ഡിവിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്താൽ മതി. h3 ഉള്ളിൽ കൊടുക്കാം. നമുക്ക് ആ മെസ്സേജസ് ഇങ്ങോട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫോർ ലൂപ്പിൽ കൂടി വേണം കൊടുക്കാനായിട്ട്. ഫോർ ലൂപ്പ് കൊടുക്കേണ്ടത് ജിഞ്ച ഫോർമാറ്റിലാണ്. സോ സിമ്പിൾ കൊടുക്കണം. ഫോർ ഒരു വേരിയബിള് മെസ്സേജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻ അവിടെ നിന്ന് പാസ് ചെയ്ത മെസ്സേജസ് എന്ന് പറയുന്ന പാക്കേജ്. ഓക്കെ, ആ മെസ്സേജ് ഇവിടെ കിട്ടണം. അത് ഡബിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മെസ്സേജ്. ഓക്കെ, സേവ് ചെയ്തിട്ട് എൻ്റെ ഫോർ കൂടി കൊടുക്കാൻ മറക്കരുത്. എല്ലാം സേവ് ചെയ്യാം. .pyയും സേവ് ചെയ്യാം. ദെൻ നമുക്കൊന്ന് സെർവർ റൺ ചെയ്യിക്കാം. ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സെയിം ഒരു ഡീറ്റെയിൽസ്, ഐ മീൻ ഇമെയിൽ യൂസ് ചെയ്യാണ്. യൂസർ നെയിം മാറ്റി കൊടുക്കുവാണേ. ഓക്കെ, യൂസർ നെയിം മാറ്റി കൊടുത്തു. ജസ്റ്റ് ആ ഇമെയിൽ മാത്രം സെയിം വെക്കുവാണ്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അക്കൗണ്ട്സ് ഇൻഫോ ഒബ്ജക്റ്റ് ഹാസ് നോട്ട് ഇൻഫോ എന്നുള്ളതാണ് വന്നിരിക്കുന്ന എറർ. അതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മെസ്സേജ് പാസ് ചെയ്തതിൽ എന്തോ ഒരു എററാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജസ് പാക്കേജിന്റെ ഒരു എററാണ്. അത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയി വന്ന ഒരു ഇതാണ്. അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് മെസ്സേജ്. അതായത് django.contrib എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മെസ്സേജസ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ആ ഒരു എറർ ആയിരിക്കണം വന്നേക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ചെയ്തു നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഇമെയിൽ മാത്രം സെയിം ആക്കി വെക്കുന്നു. ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട്, യൂസർ നെയിം മാറ്റിയിട്ടുണ്ട്. പാസ്വേഡ് രണ്ടും സെയിം ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ ടേക്കൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂസർ രജിസ്ട്രേഷൻ ഫോം ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ മെയിൽ ഐ ഡി ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജെനി കൊടുത്തു. യൂസർ നെയിം സെയിം ആക്കി വെക്കുന്നു. ജെനി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള യൂസർ നെയിം തന്നെ ഞാൻ ഇവിടെ വെക്കുകയാണ്. പാസ്വേഡ് രണ്ടും സെയിം ആക്കി വെക്കുന്നു. 1 2 3 4. ഓക്കെ, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിം ഓൾറെഡി ടേക്കൺ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എല്ലാം മാറ്റി കൊടുക്കാം. യൂസർ നെയിം കൂടി കൊടുക്കാം. പാസ്വേഡ് ഇനി സെയിം അല്ലാണ്ട് വെക്കുന്നു. ഓക്കെ, പാസ്വേഡ്സ് ആർ നോട്ട് മാച്ചിങ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു മെസ്സേജസ് ഇവിടെ വരികയും ചെയ്തു. അപ്പൊ ഇതാണ് യൂസർ എന്താ പറയാ യൂസർ വെരിഫിക്കേഷൻ വരുന്നത്. ഇതേ സമയം നമുക്കിപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസർ രജിസ്റ്റർ ആവുകയും ചെയ്യും. ഓക്കെ, ഇന്നൊന്ന് കൊടുത്തു. പാസ്വേഡ്
സബ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ യൂസറിനെ രജിസ്റ്റർ ചെയ്യിച്ചാൽ പോരാ, യൂസറിനെ രജിസ്റ്റർ ചെയ്യുന്ന യൂസറിനെ നമ്മളൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.